മനോരമ ന്യൂസിൽ സംപ്രേഷണം ചെയ്ത പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശന്റെ അഭിമുഖം നീക്കം ചെയ്ത സംഭവത്തിൽ കോൺഗ്രസ് വാദം തള്ളി മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ. കമന്റ് ബോക്സ് മാറ്റാനാണ് പോലീസ് മെറ്റയോട് ആവശ്യപ്പെട്ടതെന്ന് സിഇഒ. എന്നാൽ മെറ്റ അഭിമുഖം പൂർണ്ണമായും മാറ്റുകയായിരുന്നു. ഇതിൽ ആവശ്യമായ തുടർ നടപടി സ്വീകരിക്കുമെന്നും മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ വ്യക്തമാക്കി. സർക്കാർ ഇടപെട്ടുള്ള പോലീസ് നടപടിയെന്നാണ് കോൺഗ്രസ് ആക്ഷേപം ഉന്നയിച്ചത്. എന്നാൽ തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലനിൽക്കുന്നതിനാൽ പോലീസിന്റെയും ഉദ്യോഗസ്ഥരുടെയും നിയന്ത്രണം കമ്മീഷനാണെന്ന് സർക്കാർ വിശദീകരണം ശരിവയ്ക്കുന്നതാണ് കമ്മീഷന്റെ വിശദീകരണം. സംഭവത്തെ വിവാദമാക്കാനുള്ള കോൺഗ്രസ് നീക്കം ഇതോടെ പാളി. മനോരമ ന്യൂസ് സംപ്രേഷണം ചെയ്ത പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശന്റെ അഭിമുഖത്തിന്റെ കമന്റ് ബോക്സിൽ മോശം കമന്റുകൾ ഉണ്ടായിരുന്നതായും ഇത് സൈബർ സെൽ കണ്ടെത്തിയെന്നും മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ ഖേൽക്കർ പറഞ്ഞു. അതിന്റെ അടിസ്ഥാനത്തിൽ കമന്റ് ബോക്സ് മാറ്റാൻ പോലീസ് മെറ്റയോട് ആവശ്യപ്പെട്ടു. പക്ഷേ തെറ്റായി മുഴുവൻ വീഡിയോയും മെറ്റ ഡിലീറ്റ് ചെയ്യുകയായിരുന്നുവെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ പ്രതികരിച്ചു. മെറ്റയുടെ അവരുടെ തന്നെ കുറെ ഫോർമാലിറ്റീസ് ഉണ്ട്. ഒരു പ്രാവശ്യം ഒരു ആക്ഷൻ എടുത്ത ശേഷം തിരികെ ആ വീഡിയോ റെസ്റ്റോർ ചെയ്യണമെങ്കിൽ അവരുടെ കുറച്ച് ഫോർമാലിറ്റീസ് ഉണ്ട്. ആ ഫോർമാലിറ്റീസ് അവർ പാലിച്ചുകൊണ്ട് ഉടൻ തന്നെ അത് ചെയ്യുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഇതിൽ സംഭവിച്ചുള്ളത് ഇങ്ങനെയാണ്, പോലീസിന്റെ ഭാഗത്തിനും ആ ഒരു കമന്റ് നീക്കാനാണ് പോയിട്ടുണ്ടായിരുന്നത്. പക്ഷേ ബൈ മിസ്റ്റേക്ക് ആ മൊത്തം വീഡിയോ അവർ നീക്കി എന്നുള്ളതാണ് ഇതിലെ ഒരു ഫാക്ച്വൽ പൊസിഷൻ. അത് പെട്ടെന്ന് തന്നെ അത് റിസോൾവ് ആവും എന്നാണ് നമുക്ക് പ്രതീക്ഷിക്കുന്നത്. കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനും വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ട്. അഭിമുഖം പൂർണ്ണമായും പുനഃസ്ഥാപിക്കുന്നതിന് വേണ്ടിയുള്ള നീക്കങ്ങൾ ആരംഭിച്ചിട്ടുണ്ടെന്നും മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ വ്യക്തമാക്കി. പോലീസിന്റെ നിർദ്ദേശപ്രകാരമാണ് പ്രതിപക്ഷ നേതാവിന്റെ അഭിമുഖം മെറ്റ നീക്കം ചെയ്തത് എന്നായിരുന്നു കോൺഗ്രസ് പ്രചരണം. മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറുടെ മറുപടിയോടെ ആ പ്രചരണമാണ് തെറ്റാണെന്ന് തെളിഞ്ഞിരിക്കുന്നത്. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.